എടുത്തിട്ടുണ്ടേ ഗൈസ്. അടിച്ചേ ഇവിടെ നടന്നില്ല ഗൈസ്. മാർക്കറ്റ് ഫുള്ള് സൈഡ് ബേസ് ആയിരുന്നു കേട്ടോ. റൈഡെന്ന് പറഞ്ഞാൽ ഒരടിയിൽ അപ്പ് കയറുന്ന റൈഡാണ്. ഫുള്ള് സൈഡ് ബേസ് നിന്നിട്ട് ഒരടിയിൽ അപ്പ് കയറുന്ന റൈഡാണ്. മാർക്കറ്റ് നല്ല സൈഡ് ബേസാ. വെറുതെ എടുത്തതാ, ഒരാവശ്യമില്ലായിരുന്നു. മാർക്ക് ചെയ്തത് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു. കഴപ്പ് കാണിച്ചത് കുഴപ്പമില്ല. ലൈറ്റ് അക്കൗണ്ട് ചെയ്തിട്ടിറങ്ങി എല്ലാം കറക്റ്റ് തന്നെ കേട്ടോ. കമ്പ്യൂട്ടർ ബേസ് ഓക്കെയാണ്. ട്രേഡിങ്ങിലൊന്നും ചെയ്യാനില്ല. ലൈറ്റ് അക്കൗണ്ട് ചെയ്തിറങ്ങുകയും ചെയ്തു. സൂര്യാശം ഇന്നും ഇല്ല. മേഘം വന്ന് കിടക്കുക അതുകൊണ്ടൊന്നും സൂര്യനെ കാണാനില്ല. കുഴപ്പമില്ല. ഇനി അടുത്ത് ശാലം ചെടിക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ മൊബൈലിനൊന്ന് ചാർജ് ചെയ്യാം. ഫുഡ് ഉണ്ടാക്കി, മുട്ട മാത്രം ഉണ്ടാക്കിയുള്ളൂ. റൈസ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ പോയി കംപ്ലൈൻ്റായി അടിച്ചു പോയി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ പുതിയ ട്യൂബ് കിട്ടു, പക്ഷേ എന്നിട്ടും കത്താനില്ല. പോട്ടിന് ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ചായ കുടിക്കണം. കട്ട ഉണ്ടാക്കിയേട്ടാ. ഇനി ഇതും കുടിച്ചിട്ട് ഇപ്പോൾ കിടന്നങ്ങുറങ്ങും ഗൈസ്. ഉറക്കം വരും, പെണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് ഇല്ലാതെ ചേട്ടാ കൊണ്ട് കളയണം ഇനി. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഇല്ലാതായത് ചൂടല്ലേ, കഴിക്കാൻ പറ്റൂല. ഞാൻ നോക്കി ഒരു ദിവസം തന്നെ കറിക്ക് വേണ്ടിയുള്ള റെഡിയാക്കിയ. പറയണ്ട ഗ്യാസ് ഒന്നും പറയണ്ട. നേരത്തെ കിടന്നതാണ്, എന്നിട്ട് ലേറ്റായി. ഞാൻ എണീറ്റാണ്, മടിച്ചു കളഞ്ഞു. അയച്ച സമയമായി കാണില്ല. അതീ പറ്റിയത്. അയ്യോ, ഞാൻ മറന്നു പോയി റൈസ് ഉണ്ടാക്കണ കാര്യം. റൈസ് ഉണ്ടല്ല എന്ന് എൻ്റെ ഓർമ്മ അപ്പോഴേ കളഞ്ഞില്ലായിരുന്നല്ലോ. ബ്രെയിന് മണ്ടായി. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, ടീ കുടിക്കുന്നു. കൂട്ടി കയറണം കേട്ടോ. ചെടിയൊന്നും നോക്കണില്ല. ഇത് പറയാം, നേരെ അടുത്ത് പോയി ക്ലോറിനേഷനും നോക്കണം. കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ കൂടെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം, അനാലിസിസ് ഒന്ന് നോക്കണം. ഇന്ന് അടിപൊളി മാർക്കറ്റ് ആയിരിക്കും എന്നതാണ് പ്രതീക്ഷ. എല്ലാം പ്രതീക്ഷയല്ല, എക്സ്പെക്ടേഷൻ. ഇന്നലെ തേച്ച് കളഞ്ഞ കേട്ടോ. നല്ല തേച്ച് കളയാം, നല്ല സബ്ജക്റ്റ്. അതായത് വൈകുന്നേരം സൈഡ് ബൈ സൈഡ് കളയാം. പിന്നെ മേലിൽ കയറി കാണും അല്ലേ. അല്ലെങ്കിൽ അതിനു മുമ്പേ ഉള്ള അരയ്ക്കുള്ള മൂവ്മെന്റ് നേരത്തെ ചെയ്ത്, അരമണിക്കൂർ മുമ്പേ ചെയ്ത് ആ താഴോട്ട് വീണ വിലക്ക് അത് ഫേക്കാണെന്ന് വിചാരിച്ചു. ആളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കമ്പ്യൂട്ടർ നോക്കട്ടെ. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ അനാലിസിസ് നോക്കണം. രാവിലെ ഗോൾഡ് നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് അത് സൈഡ് ബൈസ് ആയിട്ട് ഇരുന്നു കേട്ടോ. ഇവിടെ തൊട്ട് ഫുള്ള് സൈഡ് ബൈസ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ മൂവ്മെന്റ് എവിടെയാണ് വന്നത് രാവിലെ. ഞാൻ എടുത്ത് എവിടെയാണോ അതേ സ്ഥലത്ത്. അയ്യോ ഒന്നും പറയണ്ട ഗൈസ്, ഒന്നും പറയണ്ട. ഇല്ല, ഞാൻ സൈഡ് ബൈസ് ആ ടൈമിൽ ആ സൈഡ് ബൈസ് ആവേണ്ട ട്രേഡ് അല്ല അത്. ഇല്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പവർ കൂടുതലായിരുന്നു സെല്ലറും ബയ്യറും. എഞ്ചിനീയർ പറഞ്ഞ് ഇൻലെറ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അതായത് റിസർവ് ക്ലീനിങ് നടന്നില്ലേ അതിൻ്റെ ഫോൺ ഇറങ്ങി ഓപ്പൺ ചെയ്യണം. ചെക്കിങ്ങിന് വന്നതാണ് ഇലക്ട്രിക്കൽ ടീമിൽ തന്നെ ഒന്ന്. പിന്നെ അവിടുത്തെ 4 മാറ്റി എല്ലാം കൊണ്ടുവന്ന് നോക്കട്ടെ. എൻ്റെ മണ്ടേ കയറാൻ പറ്റണല്ലേ ഗൈസ്. ചൂട് രക്ഷയില്ല. തലവേദനിക്കണ കേട്ടോ. എന്തോ ഒരു രക്ഷയില്ല. അടുത്ത് പോയെന്ന് പറഞ്ഞാൽ പമ്പ് റൂം ഒന്ന് നോക്കിയിട്ട് ഇതൊന്നും കുഴപ്പമില്ല. ഇതും കുഴപ്പമില്ല. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടറും ചെക്ക് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. നല്ല തലവേദന കേട്ടോ. ബേസും കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. അടുത്ത ഇത് പോയി നോക്കണം, അനാലിസിസ് നോക്കണം.
നല്ലൊരു ട്രെൻഡ് ഇതായിപ്പോയി കേട്ടോ, ഫോളോ തന്നെ ചെയ്തു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു ട്രെൻഡിങ് വരും. യാ, നല്ലൊരു ട്രെൻഡായിരുന്നു കേട്ടോ അത്. മണിക്കൂറും കൂടെ അടുപ്പിച്ചിട്ടുണ്ട് ട്രേഡ്. നോക്കാം, ടൈം ഔട്ട്. ജസ്റ്റ് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അനാലിസിസ് കമ്പ്യൂട്ടറിൽ കുഴപ്പമില്ല. കോൾ വരുന്നതനുസരിച്ച് വല്ലതും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പൈപ്പ് ലൈൻ തുറന്നല്ല, അതിൻ്റെ ഔട്ട് ഇതുവരെ തുറന്നിട്ടില്ല ടാങ്കിൻ്റെ. കാരണം കുറച്ച് പയ്യെ നിറയണത്. അത് 1 മീറ്റർ താവാൻ പോണായിരുന്നു. ഇത് ഇനിയുണ്ട് 2.5 അങ്ങനെയൊക്കെ ആകുമ്പോൾ തുറന്നാൽ മതി എന്ന് പറഞ്ഞു. നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇന്ന് പടവും വരച്ചിട്ടില്ല, തലവേദനയുണ്ട്.